ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ FC ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മയോർക്കയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഡാനി ഓൽമോയാണ് അവരുടെ വിജയ ഗോൾ നേടിയിട്ടുള്ളത്. മത്സരത്തിൽ സർവാധിപത്യം പുലർത്താൻ FC ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിരുന്നു. ആകെ 40 ഷോട്ടുകളാണ് മത്സരത്തിൽ അവർ ഉതിർത്തിട്ടുള്ളത്. 3.45 ആണ് അവരുടെ XG വരുന്നത്. അതുപോലെ തന്നെ ടാർഗറ്റിലേക്ക് 12 ഷോട്ടുകൾ ഉതിർക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ഒരു ഗോൾ മാത്രമായിരുന്നു അവർ നേടിയിരുന്നത്. മത്സരത്തിൽ മികച്ച പ്രകടനമാണ് പെഡ്രി പുറത്തെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ സീസണിൽ ഉടനീളം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പെഡ്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ 6 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും മയോർക്കയുടെ പരിശീലകനായ അരാസാറ്റെ ഇപ്പോൾ പെഡ്രിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെയൊരു മധ്യനിര താരത്തെ താൻ കണ്ടിട്ടില്ല എന്നാണ് ഈ എതിർ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ പെഡ്രിയുടെ പ്രകടനം ടിവിയിൽ കാണുമ്പോൾ അത് പരമാവധി ആസ്വദിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യും. എന്നാൽ അദ്ദേഹത്തെ നേരിടേണ്ടി വരുമ്പോൾ അദ്ദേഹത്തെ തടയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതേക്കുറിച്ചായിരിക്കും പിന്നീട് നിങ്ങളുടെ ഒരു ചിന്ത വരിക. ഈ അടുത്തൊന്നും ഞാൻ ഇതുപോലെ ഒരു മിഡ്ഫീൽഡറെ ഫുട്ബോൾ ലോകത്ത് കണ്ടിട്ടില്ല. ഇതാണ് പെഡ്രിയെ കുറിച്ച് എതിർ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അത്രയധികം മികവിലേക്ക് ഉയരാൻ ഇപ്പോൾ പെഡ്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. FC ബാഴ്സലോണയുടെ ഒരു എഞ്ചിൻ എന്ന് തന്നെ നമുക്ക് പെഡ്രിയെ വിശേഷിപ്പിക്കേണ്ടി വരും. നിലവിൽ ലാലിഗയിൽ പോയിന്റ് പട്ടികയിൽ ബാഴ്സലോണ 1-ാം സ്ഥാനത്താണ്. 33 മത്സരങ്ങളിൽ നിന്ന് 76 പോയിന്റാണ് അവർക്കുള്ളത്. 32 മത്സരങ്ങളിൽ നിന്ന് 69 പോയിന്റുള്ള റയൽ മാഡ്രിഡ് ആണ് 2-ാം സ്ഥാനത്തുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.